ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 12ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ആദ്യ ചോദ്യം, നായർ പട്ടാള ലഹള നടന്ന വർഷം ഏത്? ഓപ്ഷൻസ് 1802, 1803, 1804, 1805. ശരി ഉത്തരം ഓപ്ഷൻ സി 1804. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ഓപ്ഷൻസ് ടി രാമറാവു, ശങ്കര സുബ്ബയ്യ, സർ സി പി രാമസ്വാമി അയ്യർ, മൺറോ പ്രഭു. ഓപ്ഷൻ ബി ശങ്കര സുബ്ബയ്യയാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ബ്ലാക്ക് ഹോൺ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് എം ആർ നേപ്പ്, ഹിച്ച്കോക്ക്, സ്ട്രോഞ്ച്, സുമിത് സർക്കാർ. ഓപ്ഷൻ ഡി സുമിത് സർക്കാർ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? എം ഇ നായിഡു, ഇ വി രാമസ്വാമി നായ്ക്കർ, സുബ്രഹ്മണ്യ അയ്യർ, വാഞ്ചി അയ്യർ. ശരി ഉത്തരം ഓപ്ഷൻ എ എം ഇ നായിഡു ആയിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതിയല്ലാത്തത് ഏത്? ശ്രദ്ധിക്കുക, കൃതിയല്ലാത്തതാണ്. ഓപ്ഷൻസ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപം, ക്രിസ്തുമത ചേതനം. ശരി ഉത്തരം മോക്ഷപ്രദീപമാണ്. ബാക്കിയെല്ലാം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ആറാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരെ? ഓപ്ഷൻസ് വള്ളത്തോൾ, കുമാരനാശാൻ, എൻ കുമാരൻ, ജി ശങ്കരക്കുറുപ്പ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പാണ്. ഏഴാമത്തെ ചോദ്യം, കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരെ? ഓപ്ഷൻസ് അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, കുറുമ്പൻ ദേവത്താൻ, വേലുക്കുട്ടി അരയൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പനാണ്. എട്ടാമത്തെ ചോദ്യം, വീട്ടിയുടെ ആദ്യ കഥാസമാഹാരം ഏത്? ഓപ്ഷൻസ് കണ്ണീരും കിനാവും, കർമ്മ വിഭാഗം, ചക്രവാളങ്ങൾ, രജനീരംഗം. ശരി ഉത്തരം ഓപ്ഷൻ ഡി രജനീരംഗം. ഒൻപതാമത്തെ ചോദ്യം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണോ, ചട്ടമ്പി സ്വാമികളാണോ, മന്നത്ത് പത്മനാഭനാണോ, വി ടി ഭട്ടതിരിപ്പാടാണോ? ഈസി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കറിയാം. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ്. ഈ സെറ്റിലെ 10ാമത്തെയും അവസാനത്തെയും ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി ഏത്? ഗ്ലൂട്ടിയസ് മാക്സിമസ്, സാർട്ടോറിയസ്, ഹൃദയപേശി, അൾന. ശരി ഉത്തരം ഓപ്ഷൻ ബി സാർട്ടോറിയസ് ആണ്. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തെറ്റിയ ചോദ്യങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി പഠിച്ച് റിവൈസ് ചെയ്ത് അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. സോ 10ൽ 10 എന്ന സീരീസിന്റെ 13ാമത്തെ ഭാഗവുമായി അടുത്ത ദിവസം രാത്രി 10:10 കാണാം. താങ്ക് യു.